യുദ്ധം അവസാനിപ്പിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന ഹമാസിന്റെ നിർദ്ദേശം ഇസ്രയേൽ തള്ളിക്കളഞ്ഞു. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശവും ഹമാസും തള്ളി. ഹമാസ് ആക്രമണത്തിൽ ഗസ അതിർത്തിയിൽ 3 ഇസ്രയേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോൾ ഈ പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം വിദൂര സ്വപ്നമാകുന്ന ഈ വേളയിൽ പി ജെയിംസ് വിശകലനത്തിനായി എത്തുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. മിനി ബാബു പറഞ്ഞു നമ്മളൊരു സിനിമ പിടിക്കുവാണെങ്കിൽ പി ജെയിംസിനെ അതിനകത്ത് വില്ലൻ വേഷം കെട്ടിക്കണമെന്ന്. നായക വേഷം വില്ലൻ വേഷം എന്തിനു രണ്ടുപേർക്ക് അവസരം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആഷ്മി താജ് ഇബ്രാഹിമിനും ഒന്ന് SKN. ഒരു കാര്യം ഓർക്കുക, നായകനേക്കാൾ ഇന്ന് വില്ലന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണത്. പിക്ക് വില്ലൻ പണിയാ താല്പര്യം തോന്നുന്നു അല്ലേ? ഇല്ല, ജീവിതത്തിലില്ല, സിനിമയിൽ വേണമെങ്കിലാവാം. അപ്പൊ ജീവിതത്തിലൂടെ കുറച്ച് പറിച്ച് നടൂ. അപ്പൊ നമ്മൾ ഇനി പശ്ചിമേഷ്യയിലേക്ക്. SKN, ഇന്നലെ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പ്രതീക്ഷയൊക്കെ ഏതാണ്ട് 90% പൊളിഞ്ഞുപോയി. പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലും വാശി പിടിച്ച് നിൽക്കുകയാണ്. ഇസ്രായേലിനോട് ഹമാസ് പറഞ്ഞത് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം പെർമനൻ്റ് ആയിട്ട്, അല്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ, ഒരു 40 ദിവസത്തെ വെടിനിർത്തലാണ് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ബന്ദികളെ, ഇസ്രായേലിയുടെ ബന്ദികളെ വിട്ടയക്കുക. അപ്പോൾ ആ നിർദ്ദേശം ഹമാസും തള്ളിക്കളഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ കെയ്റോയിൽ, ഈജിപ്തിലെ തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന ചർച്ചകൾ ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് SKN. പക്ഷേ ഒരു ചെറിയ പ്രതീക്ഷയുള്ളത്, അവിടെ പങ്കെടുത്ത അതേ പ്ലെയേഴ്സൊക്കെ തന്നെ പ്രത്യേകിച്ച് ഖത്തറിലെ ദോഹയിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഹമാസിൻ്റെ നേതാക്കളൊക്കെ കഴിയുന്നത് അവിടെയാണ്. ഹമാസിൻ്റെ നേതാക്കളുമായി ഒരു വട്ടം കൂടി ചർച്ചയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് മേലുള്ളൊരു വലിയ ഭീഷണിയാണ്. കാരണം ഈ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഫ ആക്രമിക്കാൻ സജ്ജമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു. 14-15 ലക്ഷം അഭയാർത്ഥികളാണ് റഫയിൽ കഴിയുന്നത്. ഈജിപ്ഷ്യൻ അതിർത്തിയാണ്. അവിടെ ഈ ടെൻറ്റ് കെട്ടി ഈ കൊടും തണുപ്പിലൊക്കെ ഭക്ഷണമില്ലാതെ ഇത്രയും മനുഷ്യർ കഴിയുകയാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെ ആക്രമണം നടന്നാൽ ഇത് ഇപ്പോൾ മരിച്ച പോലെ ആയില്ല. ഇപ്പോൾ 34,700 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ അപകടത്തിലാവുമെന്നാണ് ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും പറയുന്നത്. എന്തായാലും അവിടെ ആക്രമിക്കണമെന്ന് എന്നുള്ള വാദം ഉയർത്തിയിരിക്കുന്നത് വലതുപക്ഷ തീവ്രവാദികളായ ഇസ്രായേലിലെ സിയോണിസ്റ്റുകളാണ്. അവരുടെ പിന്തുണയിലാണ് നെതന്യാഹു ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് അവർ പറഞ്ഞു കേട്ടേ പറ്റും. അതുകൊണ്ടാണ് നെതന്യാഹു ഇത്രയും വാശി പിടിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. യുദ്ധം അവസാനിപ്പിച്ചാൽ അവിടെ നെതന്യാഹു വീഴും, അദ്ദേഹത്തിന് കസേര പോവും. അദ്ദേഹം സുപ്രീം കോടതിയിലെ കറപ്ഷൻ ചാർജസിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ അധികാരക്കൊതി 10,000-കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോൾ ബങ്കറുകളിൽ, തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രവർത്തകർ. അവർ പുറത്തേക്ക് വരും, അവരവിടെ ഗസയുടെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കും, അവർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കും. അതുകൊണ്ട് ഹമാസ് പൂർണ്ണമായി കീഴടങ്ങാതെ ഒരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നാണ്, അനുരഞ്ജനമില്ല എന്ന് തന്നെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നത്. അതിനിടയിൽ SKN ഒരുപക്ഷെ ഈ തെക്കൻ ഗസയുടെ ബോർഡറിൽ, കരയും സലീം എന്ന് പറയുന്ന ആ ബോർഡറിൽ, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കടന്നു വരുന്ന ഒരു ബോർഡറാണ്. അവിടെ ഈ ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെ നിന്ന് ടെൻറ്റുകളിൽ നിന്ന്, റഫേൽക്കടുത്തുള്ള ടെൻറ്റുകളിൽ നിന്ന് അയച്ച ഒരു റോക്കറ്റിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച അതുകൂടിയാണ്. ഒപ്പം ഇസ്രായേലും വെറുതെ ഇരിക്കുന്നില്ല. ഇസ്രായേൽ റഫയുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ആക്രമണം നടത്തുന്നുണ്ട്. 22 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. എന്ന് മാത്രമല്ല 11 വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് SKN. അതിൽ ഒരു വീട്ടിൽ 8 പേരുണ്ടായിരുന്നു. 4 കുട്ടികളും 4 മുതിർന്നവരും കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ അങ്ങോട്ടും ഹമാസ് ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുന്നില്ല SKN. ജെയിംസ്, യുക്രൈനിലെ ഈ ഓർത്തഡോക്സ് ഈസ്റ്റർ ആഘോഷത്തിനിടെ റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ സൈനികർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഈസ്റ്റർ ഒന്നും റഷ്യയ്ക്ക് പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ വ്ളാഡിമിർ സെലൻസ്കിയുടെ ഈസ്റ്റർ സന്ദേശത്തിൽ ഇതിനെതിരെ പൊരുതണമെന്ന രീതിയിൽ സന്ദേശമുണ്ട്. പക്ഷേ പുടിൻ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. SKN, ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈസ്റ്റർ ഇന്നലെ ആയിരുന്നു, ഞായറാഴ്ച. പക്ഷേ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയും മാർപ്പാപ്പയൊക്കെ അടങ്ങുന്ന വലിയ സമൂഹത്തിൻ്റെ ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞു, ഏപ്രിലിൽ കഴിഞ്ഞതാണ്. പക്ഷേ ഈസ്റ്റർ ഓർത്തഡോക്സ് സഭകൾ, പ്രത്യേകിച്ച് റഷ്യയിൽ, ഉക്രൈനിൽ, അങ്ങനെ ഈസ്റ്റേൺ മേഖലകളിൽ മുഴുവൻ ഈസ്റ്റർ ഓർത്തഡോക്സ് സഭയാണുള്ളത്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ആഘോഷം അത് റഷ്യയിലും
ഉക്രൈനിലും ഒരേ ദിവസമാണ്. കഴിഞ്ഞ ക്രിസ്മസിന് റഷ്യയോടുള്ള എതിർപ്പ് മൂലം അവർ ക്രിസ്മസ് ഈ കത്തോലിക്ക സഭയുടെയൊക്കെ ഡേറ്റിൽ ഡിസംബർ 25 ഡേറ്റിൽ നടത്തി. പക്ഷേ ഇത്തവണ ഈസ്റ്റർ ഒരുമിച്ചായിരുന്നു. ഈസ്റ്ററിന് വ്ളാഡിമിർ സെലൻസ്കി അവിടുത്തെ സോഫിയ കത്തീഡ്രലിന് മുമ്പിലെത്തി സംസാരിച്ചത് ഒന്നിച്ച് പ്രാർത്ഥിച്ച് റഷ്യയെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ്. എന്ന് മാത്രമല്ല, റഷ്യയുടെ ആക്രമണത്തിൽ ഫ്രണ്ട് ലൈനിൽ അതിർത്തിയിൽ 3 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർ വേറെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കാർക്കീവിൽ, അതുപോലെ കിഴക്കൻ ഉക്രൈൻ നഗരങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഡോൺബാസ് മേഖലയിലെ ലുഹാൻസ്ക്, ഡോണറ്റ്സ്കിലൊക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഉക്രൈൻ ചില ആക്രമണങ്ങൾ ക്രീമി അടക്കമുള്ള മേഖലകളിൽ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ വരുന്നുണ്ട്. അപ്പോൾ റഷ്യക്കെതിരെ ആക്രമണം ശക്തിപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് വ്ളാഡിമിർ സെലൻസ്കി യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ അവിടുത്തെ അവരുടെ പാട്രിയാർക്കായിട്ടുള്ള റഷ്യയിലെ പാട്രിയാർക്ക് ഓർത്തഡോക്സ് സഭയുടെ കിറിൽ പങ്കെടുത്തതിൽ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നു വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ്. അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഓർത്തഡോക്സ് സഭ യുദ്ധത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. എന്തായാലും ഈസ്റ്റർ ആഘോഷത്തിനിടയിലും പറഞ്ഞും പറയാതെയും യുദ്ധം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. SKN. അതുപോലെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ യൂറോപ്പുമായുള്ള സംഘർഷത്തിന് നടുവിൽ ഈ ചൈനീസ് പ്രസിഡന്റ് ഫ്രാൻസ് സന്ദർശിക്കുന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രത്യേകിച്ച് യൂറോപ്പിനെ കൂടെ നിർത്താനുള്ള ചൈനയുടെ നീക്കമാണോ ഇത്? SKN, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് യൂറോപ്പിലെത്തുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പും അമേരിക്കയും ചൈനയുമായിട്ട് കൊമ്പ് കോർത്ത് നിൽക്കുകയായിരുന്നു 2018 മുതൽ 6 വർഷമായി. അപ്പോൾ അതിനിടയിൽ ഇതൊരു വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു യാത്രയാണ്. പ്രത്യേകിച്ച് യൂറോപ്പുമായി, അതിൽ ഇറ്റലി, ജർമ്മനി, പ്രധാനപ്പെട്ട രാജ്യങ്ങളാവട്ടെ, ടെക്സ്റ്റൈൽ ബിസിനസ് അടക്കം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിയിരുന്ന രാജ്യമാണ് ചൈന. പക്ഷേ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് അതെല്ലാം തകർന്നിരിക്കുകയാണ്. അത് റീബിൽഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഫ്രാൻസ് സന്ദർശിക്കുന്നത്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് ചർച്ചയുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈനിലേക്ക് സൈന്യത്തെ വിടണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് റഷ്യയുടെ കൂടെ നിൽക്കുന്ന ചൈനീസ് പ്രസിഡന്റ് തന്നെ എത്തുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പ് പ്രതീക്ഷിക്കുന്നത്, റഷ്യയുമായി വലിയ ബന്ധമുള്ള ചൈനീസ് പ്രസിഡന്റ് വഴി സമ്മർദ്ദം ചെലുത്തി ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ചൈനയാണ് അവരുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, നിർമ്മാണ വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം തിരികെ പിടിക്കാനാണ് നീക്കം. എന്തായാലും ഈ വാർത്ത ഇന്ത്യക്ക് അത്ര സൂചിക്കുന്ന വാർത്തയല്ല. കാരണം ഈ യൂറോപ്പും അമേരിക്കയുമായിട്ട് ചൈന പിണങ്ങി നിന്ന കാലത്താണ് വലിയ ശ്രദ്ധ ഇന്ത്യക്ക് ലഭിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അടുത്തു, ഇന്ത്യയുമായിട്ട് ഒരുപാട് കരാറുകൾ വന്നു. അമേരിക്കൻ കമ്പനികൾ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വന്നു, ആപ്പിൾ അടക്കം ഒരുപാട് കമ്പനികൾ. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു. ഇപ്പോൾ അത് പതുക്കെ മാറുകയാണ്. ജോ ബൈഡൻ്റെ ഇതനുസരിച്ച് ആൻ്റണി ബ്ലിങ്കനും അവരുടെ ഫിനാൻസ് മിനിസ്റ്റർ അമേരിക്കയുടെ ജാനറ്റ് യെല്ലനൊക്കെ ചൈനയിൽ സന്ദർശനം നടത്തി. അമേരിക്കൻ യാത്രയ്ക്ക് പിറകെയാണ് ഇപ്പോൾ യൂറോപ്യൻ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇറ്റലി ഓൾറെഡി ആ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവും. ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും എന്നുള്ള അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. കാരണം മാക്രോൺ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിമാനങ്ങൾ റഫേൽ, മിറാഷ് 2000, കാർഗിൽ യുദ്ധത്തിലൊക്കെ ഏറ്റവും വലിയ ഇത് കാണിച്ച ഇതൊക്കെ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ്. ഒരുപക്ഷെ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇതായിട്ടുള്ള ബന്ധമുള്ളത് ഫ്രാൻസുമായിട്ടാണ്. ഫ്രാൻസിൻ്റെ യുദ്ധവിമാനങ്ങൾ ലോകത്തിൽ 1-ാം തരമാണ്. അതുകൊണ്ട് ഇന്ത്യയെ അങ്ങനെ മറക്കില്ല. പക്ഷേ ഇന്ത്യ യൂറോപ്പിലേക്ക് ചൈനീസ് പ്രസിഡന്റ് നടത്തുന്ന യാത്രകളെ വളരെ ഗൗരവത്തോടെയും സൂക്ഷ്മതയോടെയുമാണ് വീക്ഷിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ ഇതേ സമയം വരും.